DS ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് 10 സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 കേട്ടോ. അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വായിക്കുക കേട്ടോ. ആൻസർ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ പോസ് നോക്കിയിട്ട് എന്താക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ശരിയാണോ എന്ന് നോക്കുക. ആൻസർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ ഓരോന്നും ചെയ്ത് നോക്കുക, ആൻസർ ലാസ്റ്റ് ശരിയാണോ നോക്കുക. ഇനി സെക്ഷൻ ബി ആണ് കേട്ടോ. ഇത് 8 കണ്ടല്ലോ. സെക്ഷൻ ബി ആണിത്, നോക്കുക. പതിനൊന്നിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. പന്ത്രണ്ടിലും അതുപോലെ എന്താണ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിച്ച സംഭവങ്ങളാണ് അല്ലേ. ഇത് എന്താണ്, മീഡിയം വെയിറ്റ് കാണാനുള്ളതാണ് ഇത് കേട്ടോ. അടുത്ത സെക്ഷൻ സി ആണ്. ഇതിൽ 15th ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക കേട്ടോ. 16th ക്വസ്റ്റ്യൻ, 16th ഓറുണ്ട്. നിങ്ങളെല്ലാം ചെയ്യുക കേട്ടോ, എന്നിട്ട് ആൻസർ ശരിയാണോ നോക്കുക. സെക്ഷൻ ഡി ആണിത്. 17th ക്വസ്റ്റ്യനും 18th ക്വസ്റ്റ്യനും കേട്ടോ. 19th ക്വസ്റ്റ്യനിൽ ഓറുണ്ട് അല്ലേ. ഓറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ രണ്ടും. അടുത്ത സെക്ഷൻ ഇ ആണ്. ക്വസ്റ്റ്യൻ ആണിത്. 22, 23. 23ൽ ഓറുണ്ട്. ടാൻജൻറ്റിൻ്റെ അല്ലേ. ബി സെക്ഷൻ ബി ഇട്ട ഓർ വെച്ചിട്ട് 25 ഓറുണ്ട്. നിങ്ങൾ പോസ് നോക്കിയിട്ട് ഇതാക്കുക കേട്ടോ. ടീച്ചർക്ക് ഇപ്പോൾ ടൈം ലേറ്റാണ്, ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യാത്തത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ നിങ്ങൾ എന്താക്കുക ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, 28 ക്വസ്റ്റ്യൻ വരെ അല്ലേ. അതിൻ്റെ ആൻസർ കീ ആണ് ഇങ്ങനെ. ഇതിന് ട്രിഗ്നോമെട്രിക് ടേബിൾ ഉണ്ടാവും കേട്ടോ. ട്രിഗ്നോമെട്രിക് ടേബിൾ ഉണ്ട്. കുറേ സൈനും കോസൊക്കെ ടാനൊക്കെ കാണാനുണ്ടല്ലോ, അതിൻ്റെ ആ വാല്യൂസ് കേട്ടോ, അതതിൽ ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. ഇതാണ് ആൻസർ കീ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആൻസർ കിട്ടിയത്. 2 അതാണ്, 3 അതാണ്, നമുക്ക് 4, 5, 8 വരെ അല്ലേ. ഇനി സെക്ഷൻ ബിത്തെ ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. 10, 11, അതിന് ബി സെക്ഷനും ഉണ്ടല്ലേ. 12. പോസ് നോക്കിയിട്ട് ആൻസർ ശരിയാണോ നോക്കുക കേട്ടോ. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ബി 16ൽ ബി ആണിത്, എ മുകളിലുണ്ട്. ഇനി 17ാമത്തത് സെക്ഷൻ ഡിയിൽ 18, 19,
ടീച്ചർ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് വിടും. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ടൈം ഉണ്ടാവുകയാണെങ്കിൽ വിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റിൽ പറയുക, അതെടുത്ത് തരാം. ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവമാണല്ലേ. കേട്ടോ. അത് 23A ആണിത്. 23B 23B വരുന്നത്. ഓക്കെ. 24B ഓർ സെക്ഷനിലെ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ നോക്കുക കേട്ടോ. ഉത്തരം തന്നെയാണ് കിട്ടിയെന്നുള്ളത്, അല്ലെ എന്തുകൊണ്ടാണത് ഇതാക്കിയെന്നുള്ളത് നോക്കുക. സോറി, 25B. ഓക്കെ, 26 ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് ആൻസർ ശരിയാണെന്ന് നോക്കുക. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കുക. അപ്പോൾ ടീച്ചർ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.